ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ പാത്തിരിപ്പാലം ഗുളികങ്കാവിനെ പറ്റിയാണ്. അപ്പോൾ ഈ പാതിരിപ്പാലം ഗുളികങ്കാവ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ജില്ലയിലാണ്. വയനാട് നിന്ന് നമ്മൾ സുൽത്താൻ ബത്തേരിക്ക് പോകുന്ന വഴി കൃത്യമായിട്ട് പറഞ്ഞാൽ കൽപ്പറ്റ കഴിഞ്ഞിട്ട് മീനങ്ങാടി ഒരു 14 കിലോമീറ്റർ മീനങ്ങാടിയാവും. അവിടെ 10 കിലോമീറ്ററാണ് സുൽത്താൻ ബത്തേരി. ഒരു 4 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ വലത്തെ വശത്താണ് ഈ ഗുളികൻ്റെ കാവുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 വർഷത്തിന് മുകളിൽ ആയിട്ടുള്ള ചരിത്രമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് വയനാട്ടിലുള്ള കൂടുതലും ആദിവാസി ഊരുകളായിരുന്നു. ബാക്കി എല്ലാവരും പല സ്ഥലത്ത് കുടിയേറിയ ആൾക്കാരാണ്, സായിപ്പന്മാർ വരെ. അപ്പോൾ ഈ കാവ് ആദ്യം നടത്തിയിരുന്നത് ആദിവാസികളായിരുന്നു. അവരുടെ ഒരു കാലശേഷം ഇത് അനാഥാനമായി കിടക്കുകയായിരുന്നു. 10-20 വർഷം കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ അന്നത്തെ പ്രായമുള്ള ആൾക്കാർ ഈ കാവ് വെട്ടിത്തിളച്ച് അത് നടത്തിപ്പ് തുടങ്ങി. പക്ഷെ അവരുടെ കാലശേഷം അവരവിടുന്ന് ജോലി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല ബുദ്ധിമുട്ടുകളുണ്ട് ഈ ഒരു ഏരിയ വിട്ടു പോയപ്പോൾ കാവ് പിന്നെയും അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും അത് വിസ്മൃതിയിൽ ലയിച്ചു. ആരും വിളക്കൊന്നും കത്തിക്കാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ കുറച്ച് അപകടങ്ങളും അതിനുശേഷം പല അനർത്ഥങ്ങളും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആണ് പുതിയൊരു തലമുറ ഈ കാവ് ഈ സ്ഥലത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും കാരണം റോഡിനോട് വളരെ ചേർന്നാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ താമ്പര പ്രശ്നം വെച്ചു. അതിനു മുമ്പായിട്ട് അവർ തറ വലുതാക്കി, കോല് എല്ലാം വെച്ചിട്ട് സ്ഥാനം എല്ലാം എടുത്തിട്ട് വലുതാക്കി താമ്പര പ്രശ്നം വെച്ചു. സുൽത്താൻ ബത്തേരിന്ന് ഒരു നമ്പൂതിരിയെ കൊണ്ടുവന്ന് വെച്ചത്. അതിനുശേഷം അവർ സ്വർണ്ണ പ്രശ്നവും വെച്ചിട്ടാണ് ഇപ്പോഴത്തെ കാവ് ഈ രീതിയിലായത്. അപ്പോൾ ദേവീനെ അവർ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ദർശനമാക്കി. പിന്നെ വിഷ്ണുവിൻ്റെ ഗുളികനുണ്ട്, അതിനെ പടിഞ്ഞാറോട്ട് മാറ്റി. ആരോട് ഗുളികനുണ്ട്, അത് കിഴക്ക് പടിഞ്ഞാറാണ്, അതിനൊരിക്കലും സ്ഥാനം മാറ്റാൻ പറ്റില്ല. പിന്നെ ശിവഭഗവാനുണ്ട്. ശിവഭഗവാനോട് അറിയപ്പെടുന്ന ഭൈരവൻ എന്നും പറഞ്ഞാണ്. അപ്പം നമുക്ക് കാണാം ഈ ബത്തേരി പോകുന്ന റോഡിനോട് ചേർന്നാണ് ഈ കാവുള്ളത്. വലിയൊരു ആൽമരമുണ്ട്. പിന്നെ 4 തറകളുള്ളത്: ദേവി, ഭൈരവൻ, വിഷ്ണു ചേർന്നുള്ള ഗുളികൻ, ആരുടെ ഗുളികൻ. ഇപ്പം രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തുറക്കും, ഒരു 8 മണിക്ക് 8:30 അവിടെ ക്ലോസ് ചെയ്യും. വൈകുന്നേരം 6 മണിക്ക് തുറക്കും, 7-8 മണി വരെ ഉണ്ടാവും. അപ്പം അന്നത്തെ ചെറുപ്പക്കാരൻ ഇപ്പോഴത്തെ കാർന്നവരായ മണികണ്ഠൻ ചേട്ടനാണ് ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ അടുത്ത് ഇവർക്ക് 10 സെൻറ്റ് സ്ഥലം ഇവർക്ക് പതിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കോമ്പൗണ്ടായി. അപ്പോൾ വിളക്ക് തളിക്കൽ അവിടുത്തെ ഒരു മെയിൻ കർമ്മമാണ്. ഇവിടുത്തെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സാധിക്കുമെന്നാണ്. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഇത് തേങ്ങയുടെ മുട്ടുണ്ട്, നമുക്ക് മുട്ടാം. അതല്ലെങ്കിൽ ഈ മണികണ്ഠൻ ചേട്ടൻ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വേണ്ടി മുട്ടും. പലരോടും പുള്ളി സംസാരിക്കുന്നത് കണ്ടു, നിങ്ങളുടെ വിഷമങ്ങൾ പറയുക, എല്ലാം ഇവിടെ കൊണ്ട് തീരുമെന്ന്. വരിക, കാണുക. താങ്ക് യു.